കാന ത്വൽഹത്ത് ബിനുൽ ബറാഅ് റജുലുൻ മിൻ ബനി അനീഫ്. ബനു അനീഫ് ഗോത്രക്കാരിൽപ്പെട്ട ആളാണ് ത്വൽഹത്ത് ബിനുൽ ബറാഅ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിനോട് വന്നുകൊണ്ട് ത്വൽഹത്ത് ബിനുൽ ബറാഅ് പറയുകയാണ്, നബിയേ, എനിക്ക് മുസ്ലിമാവാൻ താല്പര്യമുണ്ട്. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാനാണ് അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അള്ളാന്റെ റസൂല് ത്വൽഹത്ത് ബിനുൽ ബറാഅിനോട് പറയുകയാണ്, ഉബായിക അലാ അൻ തഖ്തുല അബാക്. നിന്റെ ബാപ്പാനെ കൊന്നു വരാൻ നീ തയ്യാറാകുമോ? നിന്റെ ഉപ്പാനെ കൊന്നു കളഞ്ഞിട്ട് നീ വാ, നീ എന്നിട്ട് മുസ്ലിം ആവുക. അയാള് നിരാശയോടെ തിരിച്ചു പോവുകയാണ്. പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ത്വൽഹത്ത് ബിനുൽ ബറാഅ് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് മുസ്ലിം ആവാൻ നദിയായ താല്പര്യമുണ്ട്. ഇസ്ലാം ആവണം നബിയെ, ഇസ്ലാം മതം സ്വീകരിക്കണം നബിയെ. അള്ളാഹിന്റെ റസൂൽ വീണ്ടും ത്വൽഹത്തിനോട് പറയുകയാണ്, ഉബായിക അലാ അൻ തഖ്തുല അബാക്. നിന്റെ ബാപ്പാനെ കൊന്നിട്ട് വാടാ, അതിന് നീ കരാറ് ചെയ്യ്, എന്നിട്ട് നീ ഇസ്ലാം മതം സ്വീകരിക്ക്. നിന്റെ ഉപ്പയെ കൊല്ലാമെന്ന് നീ വാക്ക് പറ, എന്നിട്ട് നീ ഇസ്ലാം മതം സ്വീകരിക്ക്. അയാള് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പയെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിരിക്കുന്ന എന്റെ ഉപ്പ, ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന എന്റെ ഉപ്പ, ഉപ്പാക്ക് എന്നോടും വല്ലാത്ത സ്നേഹമാണ്, പ്രിയമാണ്. ആ ഉപ്പയെ ഞാൻ കൊല്ലുക യോ? ത്വൽഹത്ത് തിരിച്ചു പോവുകയാ. പിന്നീടും റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ത്വൽഹത്ത് ബിനുൽ ബറാഅ് വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് മുസ്ലിം ആവണം നബിയേ. അള്ളാഹിന്റെ റസൂല് വീണ്ടും പറഞ്ഞു, നിന്റെ ഉപ്പാനെ കൊന്നുവരാൻ നീ കരാറ് തരുമോ? നീ ഉറപ്പ് തരുമോ? നിന്റെ ഉപ്പയെ നീ കൊന്നുകളയുമെന്ന് നീ വാഗ്ദത്തം ചെയ്താൽ ഉറപ്പാണ്, നിന്നെ മുസ്ലിം ആവാൻ ഞാൻ സമ്മതിക്കാം, ഇസ്ലാമിലേക്ക് കടന്നു വരാം. ത്വൽഹത്ത് ബിനുൽ ബറാഅ് മനസ്സോടെ പറയുകയാണ്, നബിയേ, ഞാനിതാ അങ്ങേക്ക് വാക്ക് നൽകുന്നു, ഞാൻ എന്റെ ഉപ്പയെ കൊന്നുകൊള്ളാം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ത്വൽഹത്ത് ബിനുൽ ബറാഅ്, വേണ്ട വേണ്ട, നീ ഉപ്പാനെ കൊല്ലാൻ പാടില്ല, ഉപ്പാനോട് മോശമായി പെരുമാറാൻ പോലും പാടില്ല. ത്വൽഹത്തെ, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സന്നദ്ധത ഞാനൊന്ന് മനസ്സിലാക്കിയതാ മോനെ. പിന്നീട് ത്വൽഹത്ത് ബിനുൽ ബറാഅ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹത്തിന്റെ ചാരത്തേക്ക് വരികയാണ്. ഫറആബിഹിൽ മൗതു ഫഖാല ലിബഅദിൻ മിൻ ഇന്ദിഹി. അവിടെ കൂടിയുണ്ടായിരുന്ന ആളുകളോട് റസൂലുള്ളാഹ് പറഞ്ഞു, ത്വൽഹത്തിന് അസുഖം വന്ന് മൂർച്ഛിച്ചാൽ, മരണമാസന്നമാകുന്ന ഘട്ടം വന്നാൽ നിങ്ങൾ എന്നോട് വിവരമറിയിക്കുക. അതും പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പോവുകയാണ്. അങ്ങനെ അവസാനം ഫനസല ബിഹിൽ മൗതു മിനൽ ലൈലി. ത്വൽഹത്ത് ബിനുൽ ബറാഅിന് രോഗം മൂർച്ഛിച്ചുകൊണ്ട് മരണത്തിന്റെ ആസന്നമാകുന്ന ഘട്ടം വന്നത് ഒരു രാത്രി സമയത്താണ്. അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം പറയണ്ടേ? ഫഖാല ബഅദും മിൻ ഇന്ദിഹി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആ സമയത്ത് പറഞ്ഞു, ആദനു റസൂലല്ലാഹ്. അള്ളാന്റെ റസൂലിനോട് പറയണ്ടേ, വിവരം പറയണ്ടേ? റസൂലുള്ളാഹി തങ്ങൾ വന്നാൽ അത് ആശ്വാസമാവില്ലേ ത്വൽഹത്തിനോ? ആ സമയത്ത് ഫഖാല, ത്വൽഹത്ത് ബിനുൽ ബറാഅ് പറഞ്ഞു, ലാ തഫ്അലൂ. നിങ്ങൾ റസൂലുള്ളാഹിനോട് വിവരം അറിയിക്കണ്ട. ഇത് കേട്ടപ്പോ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന സ്വഹാബികൾ ചോദിച്ചു, ലിമയാ ത്വൽഹാ വന്നാസു യസ്തശ്ഫിഊന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദറഹുമുൽ മൗത്ത്. വലിമയാ ത്വൽഹാ, എന്തുകൊണ്ടാണ് ത്വൽഹാ നീ റസൂലുള്ളാഹിനോട് പറയണ്ട എന്ന് പറഞ്ഞത്? ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ മരണമാസന്നമാകുന്ന ഘട്ടത്തില് റസൂലുള്ളാഹിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ത്വൽഹത്തെ നീ റസൂലുള്ളാഹിനോട് വിവരം പറയണ്ട എന്ന് പറയാനുള്ള കാരണം? ആ സമയത്ത് ത്വൽഹത്ത് പറയുന്നു, റസൂലുള്ളാഹിനോട് വിവരം പറയണ്ട എന്ന് ഞാൻ പറയാനുള്ള കാരണം, അള്ളാന്റെ റസൂൽ ഈ രാത്രി സമയങ്ങളിൽ
എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വല്ല പാമ്പോ തേളോ റസൂലുള്ളാനെ കുത്തിയിട്ട് വിഷമിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ്. റസൂലുള്ള വിഷമിപ്പിക്കുമോ, റസൂലുള്ളാക്ക് വിഷമം നേരിടുമോ എന്ന് പേടിച്ചിട്ടാണ് അള്ളാന്റെ റസൂൽ ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പറയാനുള്ള കാരണം, പിറ്റേ ദിവസമാകുമ്പോഴേക്ക് ത്വൽഹത്ത് ബിൻ ബറാഇ ലോകത്തോട് വിട പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ത്വൽഹത്തിന്റെ മരണവാർത്തയാണ് അറിയുന്നത്. ഉടനെ റസൂലുള്ള ചോദിക്കുകയാണ്, അലം അകുല്ലക്കും ഇദാ നസല ബിഹിൽ മൗത്ത് ഫാദനൂനി, ത്വൽഹത്തിന് മരണമാസന്നമായാൽ എന്നോട് വിവരമറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ? ഫഖാലു, അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, അറദിനാ യാ റസൂലല്ലാഹ് അൻ നഫ്അല ഫമനഅനാ, ഞങ്ങൾ റസൂലെ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയോട് വിവരം പറയാൻ ഒരുങ്ങിയതാണ്, തയ്യാറായതാണ്. ഞങ്ങളെ ത്വൽഹത്ത് തടഞ്ഞതാ നബിയെ, കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികളെ പറഞ്ഞു, രാത്രി സമയങ്ങളിൽ റസൂലുള്ളാഹി തങ്ങളെങ്ങാനും എൻ്റെ വീട്ടിലേക്ക് വന്നാൽ വല്ല വിഷജന്തുക്കളോ റസൂലുള്ളാഹിനെ കുത്തിയിട്ട് വിഷമം നേരിടുമോ എന്ന് പേടിച്ചിട്ട് അതിൽ നിന്ന് മാറി നിന്നതാ. അതുകൊണ്ടാണ് തടയാനുള്ള കാരണമോ, ത്വൽഹത്ത് തടയാനുള്ള കാരണമോ എന്ന് സ്വഹാബികൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ത്വൽഹത്ത് ബിൻ ബറാഇ നിന്നെയോ നിന്നെ ത്വൽഹത്ത് ബിൻ ബറാഉം തൃപ്തിപ്പെട്ട നിലയ്ക്ക് നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്.